കുറേ കാലങ്ങളായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ ചെയറുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കണമെന്ന ആശയം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്കുലർ സ്റ്റഡീസ് എന്ന ഈ ചെയർ ഏകദേശം ഒരു 9 മാസം മുൻപാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന മഹാപ്രതിഭ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടുമ്പോൾ തന്നെ മതമൗലികതാവാദത്തിനും മതത്തിൻ്റെ പേരിൽ മതരാഷ്ട്ര നിർമ്മിതിക്കുമെതിരെ ശക്തമായി പോരാടിയ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഉടമയാണ് ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ന് വർത്തമാനകാല ഇന്ത്യ വീണ്ടും മതരാഷ്ട്രത്തെക്കുറിച്ചും ദുരാഷ്ട്രങ്ങളെക്കുറിച്ചും വിദ്വേഷ വിഭജന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നൊരു കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ബോധപൂർവമായി ഇന്ത്യ എന്നും അസഹിഷ്ണുതയ്ക്കെതിരെ എന്ന ഈ ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ പൈതൃകവും ഇന്ത്യയുടെ പാരമ്പര്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തിയായ ജൈന ചക്രവർത്തി ജൈനമതക്കാരനാണ്, മൗര്യഗുപ്തനാണ്. നമുക്കറിയാം, ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആ മൗര്യ സാമ്രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു ചക്രവർത്തി വന്നത് അശോകൻ നമുക്കറിയാം, ബുദ്ധമതക്കാരനാണ്. അശോകന് ശേഷം വിക്രമാദിത്യൻ വന്നുവെങ്കിലും പിന്നീടും നമ്മൾ കണ്ടത് ഒരു ബൗദ്ധ ചക്രവർത്തിയെയാണ്, ഹർഷവർദ്ധനാണ്. ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അവിടെ ജാതിയുടെ എണ്ണത്തിലോ മതത്തിൻ്റെ വർണ്ണത്തിലോ അല്ല ഇവിടെ രാജ്യം ഭരിക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, എല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ്. അത് ദ്രാവിഡന്മാരാണെങ്കിലും ആര്യന്മാരാണെങ്കിലും കുഷാനന്മാരാണെങ്കിലും ശാകന്മാരാണെങ്കിലും ഇൻഡോ പാർട്ടിയൻസ് ആണെങ്കിലും പെർഷ്യക്കാരാണെങ്കിലും അറബികളാണെങ്കിലും ഒക്കെ ഈ ഹിന്ദുകുഷ് പർവ്വതം കടന്ന് അഫ്ഗാൻ്റെ സമതലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് സിന്ധിൻ്റെ തീരത്തേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ, ഇത് കേവലം ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഉള്ള ഒരു ഇന്ത്യയുടെ 1200 വർഷത്തെ എഴുതി വെക്കപ്പെട്ട ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ഈ ചരിത്രം നമുക്കുണ്ടെങ്കിലും അവിടെ എവിടെയും മതപരമായൊരു ഭിന്നത നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് 200 വർഷത്തെ ചരിത്രത്തിന് പരിശോധിക്കുമ്പോഴാണ് ഈ ഭിന്നിപ്പിൻ്റെ കഥ ഞാനും നിങ്ങളും ആഴത്തിൽ അറിയുന്നത് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ 1200 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭിന്നിപ്പില്ലാത്ത ഒരു സൗഹൃദത്തിൻ്റെ, കാരണം നമുക്കറിയാം, സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടമാണെങ്കിലും അതെങ്കിൽ ചേരമാൻ പെരുമാളിൻ്റെ കേരളത്തിലെ കാലഘട്ടമാണെങ്കിലും ഒക്കെ ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ് കേരളത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് ഇന്ത്യയെ പരിചയപ്പെടുത്തിയത്. ഐ ആം പ്രൗഡ് ടു ബീങ് എ ഹിന്ദു വിച്ച് ഹാസ് ടോട്ട് ദ വേൾഡ് ബോത്ത് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ്. ഞാനൊരു ഹിന്ദു എന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ലോകത്തിന് സർവ്വലോക സ്വീകാര്യത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു ദർശനത്തിൻ്റെ പ്രതിനിധിയാണ്. ലോകത്തിന് ഉൾക്കൊള്ളൽ എന്താണ്, സഹിഷ്ണുത എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദർശനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിവേകാനന്ദൻ പരിചയപ്പെടുത്തി ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ, ആ മതങ്ങളെപ്പോലും 2 കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ളതാണ് എൻ്റെ മണ്ണ്. 2 കൈയും നീട്ടി സ്വീകരിച്ച ആ സൗരാഷ്ട്രിയൻസ്, ബഹായികൾ പേർഷ്യയിൽ ജനിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതാണ് ഇന്ത്യ. 3000 വർഷം പഴക്കമുള്ള ജൂതന്മാരാണെങ്കിലും അവർ കടന്നു വന്നപ്പോൾ, 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനികൾ കടന്നു വന്നപ്പോൾ, 1400 വർഷം പഴക്കമുള്ള മുഹമ്മദീയർ കടന്നു വന്നപ്പോഴും അവരെയൊക്കെ 2 കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ്, ദർശനമാണ് എന്നതിൽ ഞാൻ ഐ ആം പ്രൗഡ് ടു ബീങ് എ ഹിന്ദു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്വാമി വിവേകാനന്ദൻ്റെ മണ്ണാണ് ഈ ഇന്ത്യ എന്നത് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കൃതി, ഇന്ത്യയുടെ സ്വത്വം എന്ന് പറയുന്നത് വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അതുപോലെ ഉൾക്കൊള്ളലിൻ്റെ, സഹിഷ്ണുതയുടെ, ബഹുസ്വരതയുടെ സ്വത്വമാണ്, ഐഡൻറ്റിറ്റിയാണ്, പേഴ്സണാലിറ്റിയാണ്. ഇന്ത്യയുടെ പേഴ്സണാലിറ്റി, ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി അതാ. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യയെ, അത് സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ 200 വർഷക്കാലം നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിച്ചപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്തത് ഈ 200 വർഷം ഭിന്നിപ്പിച്ച നമ്മളെ ഒന്നിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമായിരുന്നു. അതിനാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ഇന്ത്യ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന,
എല്ലാ ദർശനങ്ങളെയും ഭാഷകളെയും മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെങ്കിലും ഭാഷാപരമായ മൈനോറിറ്റി എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭരണഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഭരണഘടന, ഏറ്റവും വലിയ പേജുകളുള്ള ഒരു വലിയ ഭരണഘടന, വർഷങ്ങളോളം മാസങ്ങളോളം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടത്തിയ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ലോകത്തെ മഹത്തരമായ ഈ ഭരണഘടന നമുക്ക് ഇന്ന് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ അസ്തിത്വം, ഇന്നത്തെ ഇന്ത്യയുടെ അസ്തിത്വം എന്ന് പറയുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ അതാണ് നമ്മളെ ഇന്ത്യ ഒന്നാക്കി നിർത്തുന്നത്. ആ ഭരണഘടന പോലും തിരുത്തി കുറിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത്, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു കാലത്ത്, നമ്മുടെ ചിന്തയെ, നമ്മുടെ പൊതുബോധത്തെ പോലും സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലത്ത്, ആ കാലത്താണ് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഇന്ത്യ അസഹിഷ്ണുതയ്ക്കെതിരെയാണ്, ഇന്ത്യ എഗെയിൻസ്റ്റ് ഇൻടോളറൻസ് എന്ന ഒരു തീമുമായി നമുക്ക് വിപുലമായ ഒരു ചർച്ചയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ ഈ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടി കൂടി മാത്രമാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് സംസാരിച്ചത്. അതിനെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. നമ്മൾ ക്ഷണിച്ച ഇന്ത്യ രാജ്യത്ത് തന്നെ നമുക്കറിയാം, ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സഹിഷ്ണുതയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി നിലനിൽക്കാൻ, അതിനുവേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, അതിനുവേണ്ടി എഴുതുന്ന, അതിനുവേണ്ടി പ്രഭാഷണം നടത്തുന്ന, ഇന്ത്യയിൽ എല്ലാവരും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന, ഇന്ത്യയിലെ എല്ലാ കഴിയാവുന്ന ഇൻ്റലക്ച്വൽസിനൊക്കെയാണ് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വേദിയിലിരിക്കുന്ന ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തുഷാർ ഗാന്ധിയാണ്. തുഷാർ ഗാന്ധിയെ നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് തുഷാർ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഐഡിയോളജി, മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തങ്ങൾ പലരും നമ്മളൊക്കെ മറന്നു പോകുമ്പോഴും അത് ഇന്നത്തെ മണ്ണിൽ ലോകത്ത് തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈ പറയുന്ന അഹിംസാ സിദ്ധാന്തം, മഹാത്മജിയുടെ സിദ്ധാന്തങ്ങൾ എന്ന് ഉറക്കെ വിളിച്ചു പറയുക മാത്രമല്ല, അത് അനുവർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന്, ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന തുഷാർ ഗാന്ധിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തുഷാർ ഗാന്ധി, നമുക്കറിയാം, മിസ്റ്റർ തുഷാർ ഗാന്ധി ദ ഗ്രേറ്റ് ഓഥർ, അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ്, ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഓഫ് മഹാത്മജി, and he has dedicated his life to promoting Gandhiji's principles. ഗാന്ധിജിയുടെ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് തുഷാർ ഗാന്ധി ഈ ചടങ്ങിലേക്ക് കടന്നു വന്നതും അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, അദ്ദേഹം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഓണർ ദാറ്റ് I welcome Mr. Tushar Gandhi to the seminar. അതുപോലെ തന്നെ നമുക്ക് സയ്യിദ് അക്തർ മിർസ നിങ്ങൾക്കറിയാം. സയ്യിദ് അക്തർ മിർസയെ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിലിം മേക്കർ, ഒരു വലിയ ഫിലിം മേക്കറാണ്, നിരവധി ദേശീയ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഫിലിം മേക്കർ. ആ സയ്യിദ് അക്തർ മിർസയാണ് ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമുള്ളൊരു വലിയ സെഷൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങാനിരിക്കുന്നു നാളെ. അതിൽ അദ്ദേഹം വിശദമായി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് വേണ്ടി ഒരു ആശംസ വാചകങ്ങൾ അദ്ദേഹം ഇവിടെ സംസാരിക്കും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ സെഷനിൽ വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഓണർ ദാറ്റ് ഐ വെൽക്കം സയ്യിദ് അക്തർ മിർസാജി ടു ദ സെമിനാർ. അതുപോലെ തന്നെ നമുക്ക് വേദിയിലിരിക്കുന്നത് നമുക്കറിയാം, ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട VC ആണ് ഇതിൽ അധ്യക്ഷം വഹിക്കേണ്ടത്. അദ്ദേഹം ഇന്ന് വയനാട്ടിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കുകയാണ്. പുതിയ കോഴ്സിൻ്റെ കോൺവെക്കേഷൻ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കുകയാണ്. എല്ലാ ജില്ലയിലും പുതിയ നിർദ്ദേശപ്രകാരം VC തന്നെ നേരിട്ട് സംബന്ധിക്കണമെന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് അദ്ദേഹം അതിന് പോയിരിക്കാൻ, എന്തായാലും അദ്ദേഹം ഇവിടെ ഓടിയെത്തുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ മുല്ലശ്ശേരി ശിവരാമൻ നായരാണ്. അദ്ദേഹത്തെ ഞാൻ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ചടങ്ങിന്, ഉദ്ഘാടന ചടങ്ങിന് നമ്മളോട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിൻഡിക്കേറ്റ് മെമ്പറായി ചാർജ് എടുത്തിട്ടുള്ള ശ്രീ TJ മാർട്ടിനാണ് വന്നിട്ടുള്ളത്. മാർട്ടിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ റിയാസ് മക്കോളിയാണ്. നമ്മുടെ യുവാക്കളുടെ ആവേശമായ റിയാസ് മക്കോളി. ഇത് അബ്ദുറഹ്മാൻ സാഹിബ് ചെയറിൻ്റെ
സാഹിബ് ചെയറിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പർ കൂടിയാണ് ശ്രീ റിയാസ് മൊക്കോളി. റിയാസ് മൊക്കോളിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും വ്യത്യസ്ത കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വാർത്തകൾ യഥാസമയം എത്തിക്കാൻ വേണ്ടി അതിന് തയ്യാറായി വന്നിട്ടുള്ള നമ്മുടെ വാർത്താമാധ്യമ പ്രവർത്തകരെ, മാത്രമല്ല യൂണിവേഴ്സിറ്റി ഇത് നിരവധി ആളുകളോട് ഇതിന് കടപ്പാടുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കുറെ ദിവസങ്ങളായി ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും, സംഘാടക സമിതിയിലെ മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ മുല്ലശ്ശേരി ശിവരാമൻ നായരെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.